ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. എന്നിട്ട് ഞാൻ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രത്യേകത പറഞ്ഞുതരാം. അപ്പം വെൽക്കം ടു ദ വീഡിയോ വൺസ് അഗൈൻ. കം, ലെറ്റ്സ് സീ. സ്ഥലം ഇപ്പോൾ മനസ്സിലായ ഇത് നമ്മുടെ ന്യൂഷൻ പാർക്ക് തന്നെയാണ്. നമ്മൾ എത്രയോ വീഡിയോയിൽ ന്യൂഷൻ പാർക്ക് കണ്ടിരിക്കുന്നല്ലേ. ഇവിടെ ഫുള്ള് സമ്മറായപ്പോഴത്തേക്കും എന്താ കുറേ ഡെയ്സി ഫ്ലവേഴ്സൊക്കെ പൂത്ത് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കും. ഇതൊക്കെ കണ്ടോ, നല്ല കുഞ്ഞു കുഞ്ഞു മഞ്ഞപ്പൂക്കളൊക്കെ ആയിട്ട് കാണാനും നല്ല ഭംഗിയാണ്. നല്ല ക്ലൈമറ്റ്, നാട്ടിലെ പോലത്തെ ഒരു ക്ലൈമറ്റ്. ഇപ്പോഴത്തെ നാട്ടിലെ ക്ലൈമറ്റ് അല്ല, പണ്ടത്തെ പോലെ അത്രയ്ക്ക് ചൂടും ഇല്ല അത്രയ്ക്ക് തണുപ്പും ഇല്ല. ഞാൻ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ചൂട് കൂടുവേ. ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ സമ്മർ എൻജോയ് ചെയ്യാൻ വന്നിരിപ്പുണ്ട്. പിന്നെ ഇത് അവിടെയൊക്കെ കുറേ പേര് ടെൻ്റൊക്കെ കെട്ടി ഫിഷിങ്ങിനൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഞാനോർത്ത് ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ ഒരു കാടിൻ്റെ എഫക്റ്റ് തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ കൂടി ഒരു സ്ഥലത്തു കൂടി നടക്കുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കുട്ടി കുട്ടി സാധനങ്ങളുണ്ടെങ്കിൽ ഒപ്പിയെടുത്ത് നിങ്ങളെ കാണിക്കാം. ഓക്കെ. പാർക്ക് എന്നുള്ള വീഡിയോയിൽ ഞാൻ പ്രത്യേകം അതിൻ്റെ ഒരു ട്രാൻസിഷൻ നന്നായിട്ട് കാണിച്ചിരുന്നു. എങ്കിലും ഇതാണ് ക്രോക്കസ്. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ഈ വിൻ്ററിലേക്ക് നിന്ന് സമ്മറിലേക്ക് സ്പ്രിങ്ങിലേക്ക് ആ ട്രാൻസിഷനിൽ വരുന്ന ആദ്യത്തെ പൂവ് അതാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ ഡാഫഡിൽസ്. ഇതിങ്ങനെ മഞ്ഞ കളറിലും ഉണ്ടാകും, പിന്നെ അതിൻ്റെ ഒരു ലൈറ്റ് ക്രീം കളറും ഉണ്ടാകും. ഇതെല്ലാം ഈ പാർക്കിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് പല സമയത്തെടുത്ത വീഡിയോസാണ്. ആദ്യം ഫുള്ള് ആ സ്നോ ഡ്രോപ്സ്, ആ ക്രോക്കസിനെ സ്നോ ഡ്രോപ്സ് എന്നും പറയും കേട്ടോ. ധാരാളം അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കും, നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഒരു വയലറ്റ് പട്ട് വിരിച്ച പോലെയാവും. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ പീച്ച് ബ്ലോസംസ് അല്ലെങ്കിൽ ചെറി ബ്ലോസംസ്. ഇതിൻ്റെ മൊട്ടുകൾ ആദ്യം വരും, എന്നിട്ട് നിറയെ ഇതിങ്ങനെ പൂക്കും. ഇപ്പോൾ ഈ കാണുന്നതാണ് ചെറി ബ്ലോസംസ്. ഇത് തന്നെ ഒരു പീച്ച് കളറിലുണ്ട് പീച്ച് ബ്ലോസംസ്. ഞാൻ നല്ല മടിച്ചി ആയതുകൊണ്ടും അന്നൊക്കെ നല്ല തണുപ്പായതുകൊണ്ടും അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ഡിസ്ക്രൈബ്ഡ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ സിറ്റുവേഷൻ എല്ലാം മാറി. ഇപ്പോൾ ഇവിടെ ഫുള്ളൊരു ഗ്രീൻ ലഷാണ്. നാട്ടിലേക്ക് പോലെ തന്നെയാണ്, ധാരാളം ഇലകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല പണ്ട് അങ്ങനെ ഒന്നുമില്ലാണ്ട് നിന്ന സമയം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ വൈകുന്നേരവും രാവിലെയും ഒക്കെ വരും. കാരണം ഇപ്പോൾ എന്ന് വെച്ചാൽ വെളുപ്പിനെ ശരിക്കും ഇവിടെ അസ്തമിക്കാറില്ല എന്ന് തന്നെ വേണം പറയാം. രാത്രി കുറച്ച് സമയം മാത്രമേ ഇരുട്ടുണ്ടാവുള്ളൂ. രാത്രിയൊക്കെ 10 മണി വരെ നല്ല വെളിച്ചമാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു 4 മണിക്ക് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും വെളിച്ചമായതുകൊണ്ട് ഒരുപാട് ആൾക്കാരിപ്പോൾ വരും, ഫിഷിങ്ങിന് വേണ്ടി വരും, പിന്നെ ബോട്ടിങ്ങിന് വേണ്ടി വരും. ഇവിടെ പ്രത്യേകിച്ച് ടെൻ്റൊന്നും സപ്ലൈ ഇല്ല കേട്ടോ, നമ്മളെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് പോവും. എനിക്കിങ്ങനെ കാണുന്ന ഇതെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും, കുറേ പക്ഷികളിങ്ങനെ നടക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെയോ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ വീഡിയോസ് എടുത്ത് വെച്ചതാണ്. ഇതൊരു കംപ്ലീറ്റ് വ്ലോഗിന് വേണ്ടി എടുത്ത വീഡിയോസൊന്നും അല്ല. പിന്നെ എൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ളൊരു സംഭവമാണിത്. ഒരുപാട് ആരെ എടുത്ത് നോക്കിയാലും ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ ഒരു പട്ടിയെങ്കിലും കാണും. ഇവിടെ പട്ടി എന്ന് പറയുന്നത് ഒരു കമ്പാനിയനായിട്ടാണ് ആൾക്കാർക്ക്. കൂടുതലും ആൾക്കാർ ഒറ്റയ്ക്കാണ് കേട്ടോ താമസം, നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല. അപ്പോൾ എല്ലാവരും അവരുടെ ഒരു കുട്ടീനെ പോലെയാണ് പട്ടീനെ കൊണ്ട് നടക്കുന്നത്. ഓരോ പട്ടിക്കും ഇൻഷുറൻസ് എന്നൊക്കെ ആണ് പലരും പറഞ്ഞ് എനിക്കറിയുന്നത്, നമുക്കില്ലാത്തത് കൊണ്ട് നമുക്കറിയില്ല. പിന്നെ അപ്പം നമ്മൾ പിള്ളേരെ ഒരുക്കുന്നത് പോലെയാണ് ഇവർ പട്ടിക്കുട്ടീനെയൊക്കെ ഒരുക്കി നടക്കുന്നത്. രാവിലെയും വൈകുന്നേരമൊക്കെ അതിനൊക്കെ നടത്താൻ കൊണ്ടുവരും. ഇത് വേറെ തന്നെ പോണ്ടാണ് കേട്ടോ. ഈ പാർക്കിൽ തന്നെ 2 സൈഡിൽ പോണ്ടുണ്ട്.
പിന്നെ ഒരു സ്കേറ്റിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഇപ്പം ധാരാളം ആൾക്കാർ സ്കേറ്റിങ്ങിനൊക്കെ വരും. കാരണം ഇപ്പം നല്ല വെളിച്ചമാണ്, നല്ല ഡ്രൈ ആണ്. പിന്നെ നാട്ടിലെ പോലത്തെ ഒരു ചൂടല്ല, ഇവിടെ ഒരു 20 ഡിഗ്രി ചൂട് വന്നാലും ഭയങ്കര ചൂടാണ്. കാരണം ഇവിടെ ക്ലോസ് ആണല്ലോ, പോളിനോട് ക്ലോസ് ആണ്. പിന്നെ അൾട്രാവയലറ്റ് രശ്മി കൂടുതലായതുകൊണ്ട് ഭയങ്കര ചൂടാണ് വെയിലിന്. സോ അതൊക്കെയാണ് അപ്ഡേറ്റ്സ്. ഇവിടെ സമ്മർ ആയി കഴിഞ്ഞാൽ ആരും വീടിൻ്റെ ഉള്ളിൽ ഇരിക്കത്തില്ല, ഈവൻ നമ്മൾ പോലും. കാരണം ഈ വിൻ്റർ ആകുമ്പോഴില്ലേ ഭയങ്കര തണുപ്പാണ്. അപ്പം നമുക്ക് ശരിക്കും കൈയും കാലും ഒക്കെ വേദന എടുക്കും, ഈവൻ ജാക്കറ്റ് ഇട്ടാൽ പോലും. അപ്പോൾ ആകെ കൂടി നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സമയമാണ് സമ്മർ. ഇവിടെ ആൾക്കാരൊക്കെ എന്താ ടെൻറ്റും പിന്നെ ക്യാമ്പ് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം ആയിട്ടാണ് വരുന്നത്. ഇത് കണ്ടോ, പിള്ളേരൊക്കെ എന്നെ ഹാപ്പിയാണ്, ഞാനും നല്ല ഹാപ്പിയാണ്. നമ്മളിങ്ങനെ കാത്തിരുന്ന് കിട്ടുന്നൊരു സമ്മറല്ലേ. അങ്ങനെ എന്താ പറയുക, ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാർക്കൊക്കെ, ഇതിനൊന്നും എൻട്രി ഫീസൊന്നും ഇല്ല ഈ പാർക്കിനൊന്നും. ഇതൊക്കെ ഇങ്ങനെ നന്നായി കൗൺസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. അടിപൊളിയല്ലേ? റെസ്റ്റോറൻറ്റ് എത്ര കാലമായിട്ട് അടച്ചിട്ടിരിക്കുമായിരുന്നു, വിൻ്റർ ആയപ്പോഴത്തേക്ക് ഇതൊന്നും തുറക്കുന്നേ ഉണ്ടായിരുന്നില്ല. എത്ര കാലമല്ലേ. ഇവിടെ കണ്ടോ ആൾക്കാരൊക്കെ എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ എക്സർസൈസ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ശരിക്കും ഈ പാർക്ക് ഒരു 40 മിനിറ്റോളം ഉണ്ട് ഇത് ക്രോസ് ചെയ്യാൻ തന്നെ. ഇതിൻ്റെ ഒരു അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് ഒരു റീറ്റെയിൽ പാർക്കൊക്കെയാണ്, ഷോപ്പിംഗ് റീറ്റെയിൽ പാർക്കാണ്. നമ്മൾ കൂടുതലും അവിടെ പോയാണ് കുറേ നാൾ മുന്നേ വരെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചായി പോയിട്ട്. അപ്പോൾ ശരിക്കും ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ ശരിക്കും ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഓരോ നല്ല നല്ല കാഴ്ചകൾ കണ്ടപ്പോഴത്തേക്കും എന്നാൽ ഇന്നൊരു വ്ളോഗ് എടുത്തേക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ എനിക്കിതൊന്നും കളയാനും വയ്യ. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ക്യൂട്ട് അരയന്നമാണ്. ഇവർ പെയറായിട്ടാണ് നടക്കുക, ഇത് അതിൻ്റെ പെയറാണ്. അപ്പോൾ ഇത്രയും നല്ല വിഷ്വൽസൊക്കെ കിട്ടിയിട്ട് ഇതെനിക്ക് നിങ്ങളെ കാണിക്കാൻ പാകത്തിൻ്റെ ഒരു വ്ളോഗും ആയിട്ടില്ല. പക്ഷേ എനിക്കിതൊന്നും കാണിക്കാതിരിക്കാനും വയ്യ. അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യണത് തന്നെ. ഇപ്പോൾ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ എന്ന് തോന്നണേ. പക്ഷെ എന്നാലും ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. ഇത് കണ്ടോ, ഇതൊക്കെ എപ്പോഴും രാവിലെയൊക്കെ നടക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോസാണ്. ഒരാളിങ്ങനെ പട്ടിയായിട്ട് വരണതും രാവിലെ, ഇതൊക്കെ അന്ന് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഇന്നും എനിക്കത് തോന്നുന്നുണ്ട്. പിന്നെ രാവിലെ ഭയങ്കര ക്വയറ്റാണ്. ഇതൊരു 7 മണി, വിൻ്ററിൽ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നടക്കാൻ പോയതാണ് രാവിലെ. അപ്പോൾ ഭയങ്കര ക്വയറ്റാണ്, വേറെ ആരും ഉണ്ടാവില്ല, ഇങ്ങനെ നടക്കാൻ വരുന്നവർ മാത്രമേ കാണുള്ളൂ. ഇതിൻ്റെ സൈഡിൽ ഒരു സ്കൂൾ പോലൊരു ഏരിയ ഉണ്ട്, അവിടെ നട്ടു വളർത്തിയിരുന്ന ഡാഫഡിൽസാണ്. ഇനി ഞാൻ ഒളിഞ്ഞു നോക്കിയതെന്ന് പറഞ്ഞാൽ അതിവിടെ ഉണ്ടല്ലോ, നമ്മുടെ പറമ്പൊക്കെ പോലെ വെറുതെ കിടക്കുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ നമുക്ക് അത് കൗൺസിൽ ഏറ്റെടുത്ത് വിട്ടിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് പാട്ടത്തിനെടുക്കാൻ പറ്റും. അത് വർഷത്തിലൊരു 30 പൗണ്ടൊക്കെ ഉള്ളൂ, എന്നിട്ട് നമുക്ക് കൃഷിയൊക്കെ ചെയ്യാം. ഇത് ഞാൻ ഈസ്റ്ററിന് എടുത്ത വീഡിയോ ആണ്. എൻ്റെ കൂടെ നടന്നത് ഞാനാണ്. ആ ഗ്രീൻ എന്താ ആ ടീഷർട്ട് എൻ്റെ കൂടെ നടക്കുന്നത് നീയക്കുട്ടിയാണ്. നീയക്കുട്ടി ഡോണിച്ചേട്ടൻ്റെ മോളാണ്. ഡോണിച്ചേട്ടൻ നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്, അനുപിൻ്റെ കൂടെ വർക്ക് ചെയ്യണതാണ്, നമ്മുടെ ഒരു ചേട്ടൻ മാതിരിയാണ്. അപ്പോൾ ഡോണിച്ചേട്ടനും നീയക്കുട്ടിയും ഞാനും അനൂപും കൂടി ജോമൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് നേരെ പാർക്കിൽ പോയതാണ്. അന്നും ഇതേപോലെ വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു, പക്ഷെ പകുതി വഴിയിൽ ഉദ്യമം ഉപേക്ഷിച്ച് ഞാൻ പോന്നു. അങ്ങനെയാണ്. ഞങ്ങൾ അപ്പുറത്ത് പോയപ്പോഴത്തേക്കും അവിടെ അടച്ചിട്ടിരിക്കും. അവർ പറഞ്ഞ് ചാടാൻ. ഇനി ഞാനെങ്ങാനും ചാടി തിരിച്ച് നീയക്കുട്ടീനെ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ? അത് സിറ്റി കൗൺസിലിന്റെ മെയിൻ്റനൻസ് വർക്കാണ്, അവിടെ അവർ പൂട്ടിട്ടേക്കുന്നത്. ആ പിള്ളേർ പക്ഷേ അതിന് ചെയ്തിട്ടുണ്ട്, ഓൺ റിസ്കിൽ കയറാമെന്ന്. പക്ഷേ എന്തെങ്കിലും ലോസോ ഡാമേജോ ഉണ്ടായി കഴിഞ്ഞാൽ കൗൺസിലിന് ഉത്തരവാദിത്തം ഉണ്ടാകത്തില്ലെന്ന് എഴുതിയിട്ടുണ്ട്. അത് മറ്റേ ഷോക്ക് അബ്സോർബറൊക്കെ ചാടി കളിക്കാം മറ്റേ. ആ അവിടെ ഞാൻ നോക്കട്ടെ. ആ ഇവന് വെയിറ്റ് കൂടില്ല. ഇത് ചെറിയ കൊച്ചാന്ന് പറഞ്ഞാൽ മതി.
ഒരു പട്ടി അവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ടോ? എടാ അവളുടെ കൈക്ക് അത്ര സ്ട്രെങ്ത് ഇല്ല. വാ ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. കൊടുക്കല്ലേ, ഇനി അടുത്ത ഡോണി ചേട്ടന് വരൂ. അയ്യോ മതി മതി, അതിന് കാല്. എനിക്ക് പേടിയാ. സത്യം പറ, നീ എത്ര മതിൽ ചാടിയിട്ടുണ്ടായിരുന്നു? അതെ ഗൈസ്, ഇവിടെ ഞങ്ങൾക്ക് ഇത് കണ്ടോ, ഇതെന്താ എഴുതിയിരിക്കുന്നത്? മെയിൻ്റനൻസ് കാരണം ഇത് ക്ലോസ് ആയെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ കയറാൻ പറ്റാത്ത പാർക്കിൽ ചവിട്ടി കയറാം. അനു, ഇത് നാളെ ഒരു വിഷയമാകുമോ? ഇത് നാളെ ഒരു ഇതാകുമോ? ഇതിങ്ങനെ മെയിൻ്റനൻസിന് ക്ലോസ് ചെയ്തതിന് ചാടിയാലുള്ള തെളിവാകുമോ? നീ ചാട് എടാ, നീ ചാട്. പണ്ട് പോലീസ് ട്രെയിനിങ്ങിന് പോയതാ. എന്നെ ആര് ചാടിക്കൂ? എന്നെ ചാടിക്കൂ. വാ. അവള് ബ്രില്യന്റ് ആട്ടോ. അവൾ ഇൻഡിപെൻഡന്റാ. ഒരു പാർക്കിൽ കയറാനായിട്ട് നീക്കുട്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അതെ, നീക്കുട്ട. അയ്യോ എന്റെ വീഡിയോ. എന്നെ വാടാന്ന് വിളിച്ചിട്ട് പറ്റിച്ചു. നീയല്ലേ എന്നെ വാടാന്ന് വിളിച്ചു. എന്താ അല്ലേ, UK പാർക്കിൽ വന്നിട്ട് ഫുള്ള് മലയാളം പറഞ്ഞ് നടക്കാൻ. തൂങ്ങടാ. ഈസി ആയിട്ട്. അത് അടുത്തവത്തേലോട്ട് പിടിച്ചു പോകണം. ആ, വയറൊക്കെ വേറെ എടുക്കും. നമ്മളൊട്ടും ഫിറ്റ് അല്ല. അതെ അതെ. അതെ, ചേട്ടാ ചാടി. കളിച്ചോ. ഇതേ വന്ന് വീഴുമെന്നുള്ള ഭയം. എന്താ അല്ല, നീക്കുട്ടി നല്ല കൂളായിട്ടാ വരുന്നത്. നീ പേടിക്കല്ലേ, നീ അതിൻ്റെ വാ.
നീ പേടിക്കല്ലേടാ? പേടിയാണോ? എന്തിനാ നീ പേടിക്കുന്നേ? നീ എന്തിനാ പേടിക്കുന്നേ? ചാടിക്കോ? ചേട്ടനെങ്കിൽ ചാടിക്കോ? ആ യെസ്, അത്രേ ഉള്ളു. അതാ ഈടന്റെ അച്ഛനാണ് ഇതാ തൂങ്ങാൻ പോയിരിക്കുന്നത്. അതെ, അത് കേറി തൂങ്ങി തൂങ്ങി ഇതിനുമ്പോഴും വാടാ. അച്ഛൻ കാണിച്ചു തരും. ആ അത് ഈസിയാ. പോലീസ് ട്രെയിനിങ് ഉണ്ട്. ആ ഉണ്ടോ, ട്രെയിനിങ്ങിനൊക്കെ ഉണ്ടോ? ആ കമോൺ ഈഡൻ, കമോൺ. ആ അടുത്ത കൈയിലേക്ക് പിടി. അടുത്ത കൈ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ എല്ലാം ഒരുപോലെയാ. വ്യത്യാസമുണ്ടോ? ആ ആ പിടിക്ക്, നീ കുട്ടി ഒതേ പിടിക്ക്. പതുക്കെ പതുക്കെ, മെല്ലെ മെല്ലെ മെല്ലെ, സ്റ്റേബിൾ ആയിട്ട് അടുത്ത കൈ എടുത്ത് ഒരു കൈ മാത്രം പിടിച്ച് അവത്തെ പിടിക്കണം, അടുത്തവത്തെ പിടിക്കണം. ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ഒരു കൈ കുത്തേ പിടിക്കണം, അടുത്ത കൈ കുത്തേ പിടിക്കണം, അടുത്ത കൈ കുത്തേ പിടിക്കണം, അടുത്ത കുത്തേ പിടിക്കണം. അടുത്ത പിടി. ആ പൊക്കി, അടുത്ത പിടിച്ച. ആ ഗുഡ് ബോയ്. ഇനി അടുത്ത പിടിച്ചോ. കോച്ചിങ് സാർ അല്ല, കോച്ചിങ് സാർ അല്ല, ട്രെയിനർ. എന്താ തോന്നുന്നേ? നല്ല അനുഭവം. എനിക്ക് പറ്റുന്നില്ല. ആ പിടിച്ചോ. എല്ലാ ദിവസവും ഒന്ന് ചെയ്യണം. വയറൊക്കെ കുറയ്ക്കട്ടെ. അതെ, വയറൊക്കെ കുറയും. ഞാൻ അവിടെ കറക്കാം. അധിക സ്പീഡിൽ കറക്കല്ലേ, എന്റെ തലകറക്കോ, തലകറക്കോ. അനുവിടെ പിള്ളേരുമായിട്ട് എൻജോയ് ചെയ്യുക. എന്റെ ചേട്ടാ ഇവിടെ ചെളിയുണ്ടേ. ആ എന്നിട്ട് ചേട്ടാ മാറി കൊടുക്കടാ. അവ സമ്മതിക്കണ്ടേ? ആ നിനക്ക് ഇറങ്ങണ്ടേ? എടാ നിന്റെ പേരെന്താ? ഏഴനും ഇയോൺ. നീ അവന്റെ കൂടെ പോകണ്ട, അവൻ ഒറ്റയ്ക്ക് കറങ്ങട്ടെ. നിനക്ക് പേടിയില്ലേ? പേടിയില്ല ആണോ? സൂക്ഷിക്കണേ. ആണോ? അനു അനു ഏടം വിളിക്കുന്നില്ല എന്നെ കളിക്കാൻ. എടാ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ നിന്റെ വീഡിയോ യൂട്യൂബിൽ ഇടട്ടെ. എടാ വൈറലാവട്ടെ.
ദൈവമേ ഇല്ലേ ആണോ? ഇതിന് ഞാൻ യൂട്യൂബിൽ ഇട്ട് വൈറലാക്കാവേ. എന്നിട്ട് നീ നിന്റെ കൂട്ടുകാരെയൊക്കെ കാണിക്കണം നീ ഇങ്ങനെ ചെയ്തത്. അവർക്ക് യൂട്യൂബ് ഇല്ല, ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ട് നിനക്ക് ലിങ്ക് അയച്ചു തരാവേ. ടെൻ്റൊക്കെ അടിച്ചേക്കുന്നുണ്ടോ അവിടെ? ഞാൻ ഇതിൻ്റെ ഒരു നല്ല ഫുട്ടേജ് അപ്പുറത്തുനിന്ന് എടുത്ത് കാണിച്ചു തരാവേ. ഞാനും അങ്ങോട്ട് നടന്നു. അപ്പം ഞാനും അങ്ങോട്ട് നടന്ന് നിങ്ങളെ അതിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങി, അതാണ് ബാഗൊക്കെ ഉള്ളത്. ഇവിടെ ആരോ ഇങ്ങനെ മണ്ണൊക്കെ വെട്ടി സ്റ്റെപ്പ് പോലെ ആക്കി അതിൻ്റെ അകത്തോട്ട്. പക്ഷെ വെള്ളം അത്ര നല്ലതല്ല കേട്ടോ. വെള്ളത്തിൽ ചെളിയൊക്കെ ഉണ്ട്. ഇവിടെ ആരും ഇറങ്ങുന്ന ഇതൊന്നും അല്ല. ഭയങ്കര ഭംഗിയുണ്ട്. നാട്ടിലെ ഒരു വഴി കൂടി നടക്കുന്ന പോലത്തെ ഒരു ഫീലിങ് ഫുൾ ഇലയൊക്കെ വന്നപ്പോഴത്തേക്കുവേ. പിന്നെ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ കുട്ടികളൊക്കെ കളിക്കാൻ വന്നു തുടങ്ങി. കണ്ടോ, അങ്ങ് കണ്ടോ, അതൊരു പ്ലേ ഗ്രൗണ്ടാണ്. അവിടെ പിള്ളേരൊക്കെ കളിക്കാൻ വന്ന് നല്ല ഇതാ. എന്താ പറയാനുള്ളേ? അല്ല, സ്പ്രിങ് മാറി ഇപ്പം വിൻ്റർ മാറി ഇപ്പം സമ്മർ തുടങ്ങിയപ്പോഴേക്കും നല്ല അടിപൊളിയായി. സ്പ്രിങ് കഴിഞ്ഞ് ഇതെല്ലാം ഫുള്ള് ലീവ്സ് ആയി കഴിഞ്ഞപ്പോൾ ഇന്നൊരു കാട്ടി കയറിയ ഫീലാണ്. അത് ശരിയാ. ഫുൾ ഗ്രീൻ, എങ്ങോട്ട് നോക്കിയാലും ഗ്രീൻ. എങ്ങോട്ട് നോക്കിയാലും ഗ്രീൻ. ഒരു കാട്ടിക്കൂടി നടക്കുന്ന ഒരു ഫീലിംഗ് അല്ലേ? ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നല്ലേ ഇത് കണ്ടപ്പം? വിന്ററിൽ ഈ മരങ്ങളെല്ലാം ഇലയും ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കല്ലേ. ഇതിപ്പോ ഭയങ്കര അടിപൊളി, നല്ല രസമുണ്ടോ അല്ലേ? ഭയങ്കര ഒരു കാം, ഒരു ട്രാങ്ക്വിൽ ഫീലിംഗ് അല്ലേ? നല്ല സുഖമുണ്ട് കാണാനായിട്ട്. ഓക്കെ, നമുക്ക് പാർക്കിന്റെ അപ്പുറത്തോട്ട് നടക്കാം. എന്നിട്ട് ഞാൻ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, കം കം കം. Yes, he's either from India or Pakistan, I'm not sure. But he's a very nice guy and he's a dentist. ആളുടെ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തത്. ആളപ്പോൾ എവിടെയാ ചൈനയിൽ പോയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക മീനിനോട്. ആൾ നല്ല കമ്പനിയാണ്. പഴയ ഇവിടുത്തെ ഒരു ടീച്ചറാണ്. ഇപ്പോൾ റിട്ടയർഡായി. ആളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. സമ്മറൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇന്ന് നല്ല ക്ലൈമറ്റ് അല്ലേ? ഇന്നിവിടെ നല്ല വെയിലാണ്. ഇത് കണ്ടോ, നമ്മളിവിടെ കടയിൽ വന്നപ്പോൾ ഇവിടെ ഫുള്ള് ചെടി ഇരിക്കുന്നത് കണ്ടോ? ഇത് ഏതാ ചെടി എന്നറിയാം? നമ്മുടെ യാഡ്ലി ലാവൻഡർ ഇല്ലേ, നമ്മുടെ സ്പ്രേ, അതിൻ്റെ ലാവൻഡർ ഇത് കണ്ടോ? ഇങ്ങനെയാണ് ലാവൻഡർ ചെടി നിൽക്കുക. ഞാൻ ഇതിൻ്റെ ക്ലോസ് കാണിച്ചു തരാം.